ഫ്ലെമിംഗ് പെൻസിലിൻ കണ്ടുപിടിച്ചുവെന്ന് നമ്മൾ പലപ്പോഴും അഭിമാനത്തോടെ പറയാറില്ലേ? എന്നാൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1955 മാർച്ച് 11-നാണ് ഫ്ലെമിംഗ് അന്തരിച്ചത്. 1928-ൽ അദ്ദേഹം പെൻസിലിൻ കണ്ടെത്തിയത് സത്യമാണ്. പക്ഷേ അതൊരു കണ്ടുപിടുത്തമായിരുന്നില്ല, വെറുമൊരു അബദ്ധം മാത്രമായിരുന്നു. തന്റെ ലാബ് വൃത്തിയാക്കാതെ അദ്ദേഹം അവധിക്ക് പോയതുകൊണ്ടാണ് അവിടെ ആ ഫംഗസ് വളർന്നത്. അതിലും വലിയ സത്യം എന്താണെന്നോ? ഈ പെൻസിലിൻ വേർതിരിച്ചെടുത്ത് മനുഷ്യരിൽ ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഒരു മരുന്നാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഹോവാർഡ് ഫ്ലോറി, ഏണസ്റ്റൈൻ എന്നീ ശാസ്ത്രജ്ഞരാണ് അത് സാധ്യമാക്കിയത്. പക്ഷേ ലോകം മുഴുവൻ ക്രെഡിറ്റും നൽകിയത് ഫ്ലെമിങ്ങിന് മാത്രമാണ്. അബദ്ധങ്ങൾ ചിലപ്പോൾ വലിയ കണ്ടെത്തലുകൾക്ക് വഴിവെക്കാം. എന്നാൽ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ കൃത്യമായ ശാസ്ത്രീയ പഠനവും കൂട്ടായ പ്രയത്നവും ആവശ്യമാണെന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം.